ധന്യ പാലക്കാട് BJP വിജയിക്കുമെന്ന് പറയുന്നുണ്ട്. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയത് കൊണ്ട് BJPയുടെ വിജയത്തിന് അത് ആക്കം കൂട്ടുമെന്നും പറയുന്നുണ്ട്. എന്തായിരിക്കും അതിന്റെ കാരണം? ഇപ്പോൾ ഒരു കോൺഗ്രസിന്റെ നേതാവ് തന്നെ പറയുന്നുണ്ട്, പ്രചരണ രംഗത്ത് വലിയ രീതിയിലുള്ള ചുവടുവയ്പില്ലാതിരുന്ന BJP സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള സന്ദീപ് വാര്യരുടെ പോക്ക്, സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം കാരണം RSSും BJP പ്രവർത്തകരും ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. അതായത് അവരുടെ മുഖ്യ ശത്രു രാഹുൽ മാങ്കൂട്ടത്തിലല്ല, സന്ദീപ് വാര്യറാണ്. പാർട്ടിയിൽ നിന്നുകൊണ്ട്, പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, പാർട്ടിയിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വെറുപ്പിൻ്റെ നായകനാണ്, നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട്, വെറുപ്പിൻ്റെ ഫാക്ടറിയാണ് BJP എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അണികളെ, തങ്ങളുടെ പ്രവർത്തകരെ, നേതാക്കളെയൊക്കെ മറ്റൊരു പാർട്ടിയിൽ ചെന്നിരുന്ന് നിരന്തരം ആക്ഷേപിച്ചത് കണ്ട് മനം നൊന്ത് ഇവിടത്തെ പാലക്കാട് RSS പ്രവർത്തകരും BJP പ്രവർത്തകരും അഹോരാത്രം ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതായത് അവർ കടന്നു ചെല്ലാത്ത മേഖലകളിൽ പോലും അവർ കടന്നു ചെന്ന് വോട്ട് ചോദിക്കുകയും പ്രചരണ ചുമതലകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും വനിതാ നേതാക്കളെ ഉൾപ്പെടെ കൊണ്ടുവന്ന നവ്യ ഹരിദാസിനെ പോലെയും നമ്മുടെ ശോഭാ സുരേന്ദ്രനെ പോലെയുമുള്ള വനിതാ നേതാക്കളെ വരെ ഉൾപ്പെടെ കൊണ്ടുവന്ന ഒരു പ്രചരണ ചുമതലയിലേക്ക് BJP കടന്നു എന്നുള്ളതാണ്. BJP സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലല്ല BJPയുടെ മുഖ്യ ശത്രു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വ്യക്തിപരമായല്ല, സ്ഥാനാർത്ഥിപരമായി BJPയുടെ മുഖ്യ ശത്രു, രാഷ്ട്രീയപരമായി BJPയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് അല്ല, സന്ദീപ് വാര്യറാണ്. സന്ദീപ് വാര്യർ എന്തിനാണോ BJP വിട്ട് BJPയെ തരം താഴ്ത്തി BJP പ്രവർത്തകരെ, നേതാക്കളെയും ആ പ്രസ്ഥാനത്തെ തന്നെ അപഹാസ്യമാക്കിക്കൊണ്ട് എന്തിനാണോ കോൺഗ്രസിലേക്ക് പോയത്, അതിനൊരു ചുട്ട മറുപടി സന്ദീപ് വാര്യറിന് കൊടുക്കണം എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടെയാണ് പാലക്കാട് അണികൾ പ്രവർത്തിച്ചത്. പ്രചരണ രംഗത്തൊക്കെ ഈ സന്ദീപ് വാര്യർ പോയതിനു ശേഷം നമുക്ക് കാണാൻ സാധിച്ചു അത് തന്നെയായിരുന്നു. അതീവ ഊർജത്തോടെ കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി RSSന്റെ ഒരു അടുക്കും ചിട്ടയും നമ്മൾ കാണുന്നത് പാലക്കാട് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷമാണ്. കൃത്യമായി ഒരടുക്കും ചിട്ടയോടും കൂടി കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ തങ്ങളുടെ കാര്യങ്ങൾ എത്തിക്കാൻ കുറച്ചുകൂടി സമയം കണ്ടെത്തി പലയിടത്തും സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് പോയി വോട്ട് ചോദിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അതായത് സന്ദീപിനെ തോൽപ്പിക്കുക, സന്ദീപിനെ എങ്ങനെ തോൽപ്പിക്കുക? പാർട്ടി ഒരു മുഖം ഉണ്ടാക്കി കൊടുത്ത, പാർട്ടിയിൽ നിന്ന് തിളങ്ങിയ, പാർട്ടിയിൽ നിന്ന് കുറെ ആരാധകരെ ഉണ്ടാക്കിയെടുത്ത, ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് സന്ദീപ് വാര്യർ നീങ്ങിയപ്പോഴാണ് BJP ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. BJP ജയിക്കുകയോ തോൽക്കുകയോ അത് അല്ല നമ്മുടെ സംസാരിക്കുന്ന ചർച്ചാ വിഷയം. BJP രണ്ടാം സ്ഥാനത്ത് വന്നാലും BJPയുടെ വോട്ടിംഗ് ഷെയർ കൂടിയാലും അത് സന്ദീപ് വാര്യർക്കുള്ള BJPയുടെയും RSSന്റെയും മറുപടി തന്നെയാണ്. കാരണം സന്ദീപ് വാര്യർ ഈ മനസ്സ് വെച്ച് BJPയിൽ നിന്ന് പുറത്തു പോകാതെ അവിടെ BJPക്ക് വേണ്ടി കൃഷ്ണകുമാറിന് സന്ദീപ് വാര്യർക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കൃഷ്ണകുമാർ. ഈ കൃഷ്ണകുമാറിന് വേണ്ടി തന്നെ പാലക്കാട് സന്ദീപ് വാര്യർ പ്രചരണ രംഗത്തിറങ്ങിയെങ്കിൽ ഒരുപക്ഷെ കൃഷ്ണകുമാറിന് ഇപ്പൊ കിട്ടുന്ന വോട്ട് പോലും അപ്പൊ കിട്ടൂലായിരുന്നു. കാരണം മനസ്സിൽ അത്രയും ദുഷ്ടചിന്തകൾ വച്ചിട്ട് പ്രസ്ഥാനത്തെ മനസ്സുകൊണ്ട് തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ കൃഷ്ണകുമാറിനോടൊപ്പം നിന്നത്. ഇറങ്ങിപ്പോകാൻ ഒരു ചെറിയ കാരണം അത് മാത്രമായിരുന്നു സന്ദീപ് വാര്യറിന് ആവശ്യം. ഒരു തയ്യാറെടുപ്പുകൾ ഇല്ലാതെ സന്ദീപ് വാര്യർ പെട്ടെന്ന് തന്നെ കോൺഗ്രസിലേക്ക് പോകുമെന്ന് പാർത്ഥൻ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. വലിയ ഇപ്പൊ നമ്മളൊരു ജോലി സ്ഥലത്ത് നിന്ന് മറ്റൊരു ജോലി സ്ഥലത്തേക്ക് മാറണമെന്ന് തോന്നിയാൽ ഇന്ന് ഈ നിമിഷം തന്നെ നമ്മൾ ആ ജോലി സ്ഥലത്തേക്ക് പോവില്ല. ഒരു സ്ഥാപനത്തിൽ നോട്ടീസ് പീരീഡ് ഉണ്ട്. ആ നോട്ടീസ് പീരീഡിന്റെ കാലാവധി കഴിയുന്നത് വരെ നമ്മൾ ജോലി ചെയ്യും. അത് കഴിഞ്ഞ് ആ സ്ഥാപനവുമായി നല്ല ബന്ധത്തോടെ പിരിയും, അടുത്ത സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്യും. രാഷ്ട്രീയത്തിൽ അങ്ങനത്തെ നോട്ടീസ് പീരീഡ് ഉള്ളതൊന്നും ഇല്ല എങ്കിൽ പോലും ഒരു പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിയിൽ അത്രത്തോളം വിശ്വസിച്ച് ആ പാർട്ടിയോടൊപ്പം നിന്നിട്ട് പെട്ടെന്ന് തന്നെ കൂറുമാറ്റം നടത്തുക, അത് ഇന്ന് തോന്നിയ ബോധോദയമല്ല. അത് ഒരു നീണ്ട നാളത്തെ സംസാരത്തിലൂടെയും നീണ്ട നാളത്തെ ചർച്ചകളിലൂടെയും ഉണ്ടായ ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പാലക്കാട് സന്ദീപ് വാര്യർ കൃഷ്ണകുമാറിന് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണകുമാർ ജയിക്കില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സന്ദീപ് വാര്യരുടെ കുരുട്ടുബുദ്ധി, കൂർമ്മബുദ്ധി, ഇതൊക്കെ ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ളത് BJP അണികൾക്ക് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതായത് കൂർ അവിടെയും
അങ്ങനെ നമ്മൾ എന്തോ പറയുമല്ലോ, ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്നുള്ളത് പോലെയായിരുന്നു സന്ദീപ് വാര്യരുടെ നിലപാട്. ആ നിലപാട് BJP തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് പാലക്കാട് BJP കൃത്യമായ ഒരു അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്. തീർച്ചയായും അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. കാരണം BJPക്കകത്തെ പടലപ്പിണക്കങ്ങൾ BJPക്ക് പോലും പരിഹരിക്കാനാവാത്ത വിധത്തിൽ നിന്നപ്പോൾ, ഗ്രൂപ്പ് പോരുകൾ നിന്നപ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കും, അല്ലെങ്കിൽ ഈ നിലയ്ക്ക് പോയാൽ BJP പരാജയപ്പെടുമല്ലോ എന്ന് വല്ലാതെ ആശങ്കപ്പെട്ടിരുന്ന അണികൾക്കിടയിലേക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർക്കിടയിലേക്ക് ഒരു സുവർണാവസരം പോലെയാണ് സന്ദീപ് വാര്യരുടെ കളം മാറ്റം. സന്ദീപ് വാര്യർ പോയതോടുകൂടി ആളുകൾക്കെല്ലാം സന്ദീപിനോട് വലിയ ദേഷ്യം വന്നു. അണികൾക്ക് മൊത്തം ദേഷ്യം വന്നു. അവിടെയുള്ള BJPയുടെ പ്രവർത്തകർക്ക് ദേഷ്യം വന്നു. RSSന്റെ സംഘടനാ സംവിധാനം കുറച്ചുകൂടി മെച്ചപ്പെട്ടു. എല്ലാവരും അവിടേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഈ കെ സുരേന്ദ്രനോടോ അല്ലെങ്കിൽ ഗ്രൂപ്പിനോടോ ഒക്കെയുള്ള ദേഷ്യം ശ്രീകൃഷ്ണകുമാറിനോടോ അദ്ദേഹത്തിന്റെ ഭാര്യയോടും ഉൾപ്പെടെയുള്ള ദേഷ്യം പല ആളുകളും പറയാതെയും അറിഞ്ഞും അറിയാതെയും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നു. അതിലൊക്കെ സത്യമുണ്ടോ എന്ന് നമുക്കറിയില്ല, അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. പക്ഷെ ദേഷ്യമുണ്ടായിരുന്നു ആളുകൾക്ക്. അത്തരം ദേഷ്യങ്ങളെല്ലാം മാറി ഇവൻ ഇത്ര വലിയ ചതിയാണ് ചെയ്തത്, അങ്ങനെ കാണിച്ചു തരാം എന്നുള്ള നിലയിലേക്ക് വരികയും എൻ്റെ ജോലിയും അതുപോലെ തന്നെ അന്നത്തെ ദിവസം പണിക്ക് പോകുന്ന ആളുകൾ അതെല്ലാം ഇട്ടെറിഞ്ഞ് ഒരു വലിയ വർക്ക് നടത്തി. അവസാനത്തെ 4 ദിവസം വലിയ വർക്ക് നടത്തി. ആ വർക്ക് എന്ന് പറയുന്നത് ഒരു തങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് ഒന്ന് ശ്രീകൃഷ്ണകുമാറിന് വോട്ട് ചെയ്യണേ എന്ന് പറയാൻ വിചാരിക്കാത്ത ആളുകൾ, താൻ പോലും ശ്രീകൃഷ്ണകുമാറിന് വോട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ച ആളുകൾ, അല്ലെങ്കിൽ വോട്ടിന് പോകുന്നില്ല എന്ന് കരുതിയ ആളുകൾ പോവുകയും ചെയ്തു, വോട്ട് ചെയ്യുകയും ചെയ്തു. തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയക്കുക, സുഹൃത്തുക്കളോട് പറയുക, ഒരു ക്യാമ്പയിനിങ് പോലെ 3 ദിവസം, പിന്നീടുള്ള 3 ദിവസവും 2 ദിവസവും നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസങ്ങളിലുമൊക്കെ മാക്സിമത്തിൽ തങ്ങളുടെ കുടുംബക്കാരെ, ബന്ധുക്കളെ, ആളുകളെ എല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ പ്രവർത്തനം പോലെ ശ്രീകൃഷ്ണകുമാറിന് വോട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഓരോ BJP പ്രവർത്തകയും ഏറ്റെടുത്തു എന്നുള്ളത് സന്ദീപ് വാര്യർ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ പോയത് കൊണ്ട് BJPയുടെ നേതൃത്വം സന്തോഷിക്കുന്നുണ്ടാവും. കാരണം ഒന്ന് ഒഴിഞ്ഞു കിട്ടുകയും ചെയ്തു. പിന്നെ മറ്റൊരു തരത്തിൽ എന്താണ് BJPക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ മാറി. സന്ദീപിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പറ്റം ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ BJPക്ക് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങി. BJPയിലെ പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട കുറെ കൗൺസിലർമാരുണ്ടായിരുന്നു. അത്തരം കൗൺസിലർമാർ, സന്ദീപിനൊപ്പം നിന്നിരുന്ന കൗൺസിലർമാർ സന്ദീപിനോട് തെറ്റേണ്ട സ്ഥിതിയിലേക്ക് പോയി. അവരൊക്കെ ഇപ്പം എന്താണ് ഓപ്പറേഷൻ അയ്യാപുര വന്ന് പേര് കിട്ടുകൊണ്ട് ഇവരെ ഇപ്പച്ചാടിക്കുമെന്ന് ചാക്കും കൊണ്ടിറങ്ങിയ കോൺഗ്രസ്സുകാർക്ക് വലിയ നിരാശ കാണേണ്ടി വന്നു. ഒരു പ്രധാനപ്പെട്ട BJP നേതാവിനെ 6 മണിക്ക് ചാടിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 6 മണിക്ക് ബിഗ് ബ്രേക്കിംഗ്, നിങ്ങൾ ഇതാ കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചില കോൺഗ്രസിന്റെ ആളുകളൊക്കെ ചില സ്റ്റാറ്റസുകളൊക്കെ പങ്കുവെക്കാൻ തുടങ്ങി. ഫേസ്ബുക്കിലൊന്നും ഇട്ടില്ല, അവർ പേഴ്സണലി സ്റ്റാറ്റസുകളൊക്കെ പങ്കുവെക്കാൻ തുടങ്ങി. അപ്പം മാധ്യമപ്രവർത്തകരും ആളുകളൊക്കെ വിചാരിച്ചു ഇതാ BJPയിലെ ഏതോ ഒരു പ്രമുഖൻ ഇതാ പോകുന്നു, 6 മണിക്ക് വലിയ ബിഗ് ബ്രേക്കിംഗ് വരുന്നു. മാധ്യമങ്ങളെല്ലാം അലേർട്ടായി. എന്താണ് സംഭവം എന്ന് പലതായി അന്വേഷിച്ചു, ആരാളാ നേതാവ് എന്ന് അന്വേഷിച്ചു. പക്ഷേ RSSന്റെ കൃത്യമായ ഇടപെടൽ, BJP നേതൃത്വത്തിൻ്റെ ഇടപെടൽ, ഒരു നേതാവും എങ്ങോട്ടും പോയില്ല. ഏതെങ്കിലും നേതാവിന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം 8 മടക്കി പെട്ടിയിൽ വെക്കേണ്ട അവസ്ഥയിലേക്ക് വന്ന് കോൺഗ്രസ് വീണ്ടും നാറുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അങ്ങനെ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ BJPക്ക് അനുകൂലമായി വന്നു. കോൺഗ്രസിനകത്തുള്ള ഈ സന്ദീപ് വാര്യരോട് ബുദ്ധിമുട്ടുള്ള ആളുകൾ, സന്ദീപ് വാര്യർ വരുന്നത് മൂലം തീവ്ര വർഗീയവാദിയായിട്ടുള്ള, തീവ്ര ചിന്താഗതിക്കാരനായിട്ടുള്ള BJPയിൽ നിന്ന് പോലും നേതാക്കന്മാർ ഈ കാശ്മീർ സംഭവത്തിൽ കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്യണമെന്ന് പറയുന്ന പോസ്റ്റ് അദ്ദേഹമല്ല പങ്കുവെച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഫാക്ട് ചെക്കിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശങ്കുട്ടി ദാസ് അതിനെ എതിർത്തുകൊണ്ട് അയാൾ തന്നെയാണ് പോസ്റ്റ് ഇട്ടത്, അതിനെതിരെ BJPക്കകത്ത് പരാതി വന്നിട്ടുണ്ട്, രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അതിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടുണ്ട് എന്നടക്കം പറഞ്ഞ് തെളിവുകൾ പുറത്തുവിട്ടപ്പോൾ ഓരോ മറ്റു മതസ്ഥിലെ വിഭാഗങ്ങൾക്കും യാഥാസ്ഥിതികരായിട്ടുള്ള ഇസ്ലാമിക സമൂഹത്തിലെ ആളുകൾക്കൊന്നും തന്നെ സന്ദീപിനെ സ്വീകരിച്ച കോൺഗ്രസിന്റെ നിലപാടിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ കാര്യമായി അതും BJPക്ക് പോസിറ്റീവായി വന്നു. ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നേ ഉള്ളൂ വാർത്ത, ഉർവശി ശാപം ഉപകാരമായി, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. അതെ.